മോളെ നോക്കാനും താരീച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് അതൊരു ഹെൽപ്പാവും. പനിയും ഛർദിലും ഒക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. പക്ഷെ പന്ന അമ്മയാ എന്നെ അടിക്കുന്ന വിശ്വസിക്കുന്നില്ല. നല്ല കുട്ടിയാണ് ഈ അമ്മ, നല്ലൊരു അമ്മയാ. ഇത് കണ്ടപ്പോഴത്തേക്കും ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞങ്ങളുള്ളത് താരേച്ചിൻ്റെ വീട്ടിലാണ്. താരേച്ചി എന്ന് പറയുമ്പോൾ ചിലവർക്കൊക്കെ അറിയാമായിരിക്കും, ഇതിന് മുമ്പ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. താരേച്ചി എന്ന് പറയുമ്പോൾ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോളാണ് താരേച്ചി. അപ്പോൾ താരേച്ചിൻ്റെ വീട്ടിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. അപ്പോൾ ഉണ്ണിമോളുടെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, പിന്നെ നിധീൻ്റെയൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ചെറുതായിട്ട് ഞങ്ങളൊരു ദിവസം എങ്ങനെയാണ്. പനിയും ഛർദിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ 10 മണിയായിട്ടോ ഞങ്ങൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തു. ഉണ്ണിമോക്കൊരു മുട്ടയും കൊടുത്തു. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കഴിക്കാൻ നല്ല മീൻകറിയും ദോശയും ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, കാരണം ലൂസ് മോഷൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിമോക്കൊരു മുട്ടയൊക്കെ കൊടുത്ത് ആളിനെ അവിടെ കിടത്തിയിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. എന്നാലും എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ വയറുണ്ട് തിളയ്ക്കുന്നതൊക്കെ വിളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് കഴിക്കാം. ഇത് കഴിച്ച് എനിക്ക് അപ്പം തന്നെ ബാത്റൂമിൽ കൊണ്ട് കളയാൻ വേണ്ടിയിട്ടാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത് കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. ആൾക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നത് വലിയ ഇഷ്ടമാട്ടോ, ഭയങ്കര സ്നേഹമാണ്. എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ദോശയൊക്കെ വിളമ്പിക്കൊണ്ട് തന്ന അവനാട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നല്ല മീൻകറിയും ദോശയായിരുന്നു. രാവിലെ കാര്യം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ചേച്ചി പോയേക്കുന്നത്. കള്ളനാവൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വിചാരിച്ചു ഉണ്ണിമോളെ കുറച്ച് നേരം കളിപ്പിക്കാൻ കേട്ടോ. ആൾ വലിയ സന്തോഷമാണ്, വേറൊന്നുമല്ല വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. താരേച്ചിൻ്റെ വീട്ടിൽ വന്നാൽ താരേച്ചി കുത്തി തീറ്റിപ്പിക്കും കേട്ടോ. അത് കൊച്ചൊന്നുമില്ല വലുതൊന്നുമില്ല, കുത്തി തീറ്റിപ്പിക്കും. ഇതാണ് നമ്മുടെ സ്വന്തം താരേച്ചി. അങ്ങനെ നിധി താരേച്ചിക്ക് തുണി കഴുകാനുള്ള വെള്ളമൊക്കെ പിടിച്ചു കൊടുക്കണം. ഇപ്പോൾ നല്ല വെയിലുണ്ട്, എന്നാലും അവൻ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ അവനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവൻ ചെയ്തു കൊടുക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന ആൾ ഇപ്പോഴാട്ടോ കാണുന്നത്, അവൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ താരേച്ചി തുണി കഴുകാൻ വേണ്ടിയിട്ട് പോവാണ്. വെയിലാണെങ്കിലും ചേച്ചിൻ്റെ ജോലി അപ്പത്തന്നെ തീർക്കും കേട്ടോ. ഉണ്ണിമോളെ ഉറക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്കാണെങ്കിൽ മേളിലോട്ടൊക്കെ പോകണം. വെയിലാണ്, നമുക്ക് വെയിൽ താഴത്തൊക്കെ പോകണം ഗൈസ്. എവിടെ പോകുന്നത്? നമ്മൾ പറയുന്നത് അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാണ് ഗൈസ്. ഇത് നമ്മൾ വെയിൽ താഴ്ന്നിട്ട് വൈകിട്ടേ പോകത്തുള്ളൂ. ഉണ്ണിമോൾ ഉറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകണം മേളിലോട്ട് ഗൈസ്. അങ്ങനെ ഉണ്ണിമോളാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ അമ്മൂമ്മയാണ് ഗൈസ്, അച്ഛൻ്റെ അമ്മ. അച്ഛൻ്റെ അമ്മയാണ് ഗൈസ്. ഇതെൻ്റെ അമ്മയാണ്. ഈ അമ്മ നല്ലൊരു അമ്മയാ ഗൈസ്, കണ്ടോ? ഒരു നല്ലൊരു അമ്മ, പക്ഷെ പന്ന അമ്മയാ എന്നെ അടിക്കുന്ന. നല്ല കുട്ടിയാണ്, വിശ്വസിക്കുന്നില്ല. നല്ല കുട്ടിയാണ് ഗൈസ്. നിങ്ങൾ വിശ്വസിക്കണം നല്ല കുട്ടിയാണെന്ന്. ഇതാണ് ഗൈസ് കമ്മണി. കണ്ട് ഇത് താരേച്ചി ഉണ്ടാക്കിയതാണ് ഗൈസ്, ഉണക്കമാങ്ങ അച്ചാർ. ഉണക്കമാങ്ങ നമുക്ക് തിന്നാം. നല്ല ടേസ്റ്റുള്ള കണ്ണിമാങ്ങ അച്ചാറാണ്. കണ്ണിമാങ്ങ ഉണക്കമാങ്ങ അച്ചാർ. നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാറ്. അങ്ങനെ നമ്മൾ പോവാണ്. ഇതാണ് രഞ്ജിത്തണ്ണൻ്റെ അനിയൻ്റെ വീട്, നന്ദുവണ്ണൻ. അനിയൻ്റെ വീട്, ഇത് ചേട്ടൻ്റെ വീട്. ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ചതാട്ടോ. ഒരു കാര്യം മറക്കല്ലേ, ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ഇടണം. സബ്സ്ക്രൈബ് ഇടാൻ മറക്കണ്ട ഗൈസ്. നമ്മൾ അങ്ങ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് താരേച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്, താരേച്ചിന്റെ നന്ദീന്റെ വീട്. ഇവര് 2 ശരീരവും ഒരു മനസ്സുവാ. അയ്യോ, താരേച്ചിന്റെ നന്ദി ഇവിടെ ഇല്ലെന്ന് ഗൈസ്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് താരേച്ചിന്റെ കൂട്ടുകാരി അവിടെ ഇല്ല, പുറത്ത് പോയി വെക്കുവാണ്. അപ്പം ചേച്ചി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് പോയി ഗുളിക കഴിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഫുഡ് പോയ്സൺ ആണ്. മരുന്നുണ്ട്, അത് കഴിക്കാൻ മറന്നുപോയി. അത് കഴിച്ചില്ലെങ്കിൽ ഉള്ളിൽ വരുമ്പോൾ എന്നെ തീർത്ത് കളയും. അപ്പം നമുക്ക് മരുന്ന് കഴിക്കും. ഇത്രയും മരുന്നുകളുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കഴിക്കട്ടെ. അങ്ങനെ ഉണ്ണിയണ്ണനുള്ള ചോറാട്ടോ താരേച്ചി എടുക്കുന്നത്. ജോലി സ്ഥലത്തോട്ട് താരേച്ചി കൊണ്ടു കൊടുക്കാന്നാണ് പറഞ്ഞത്. താരേച്ചി പോവുകയാണ് ചോറും കൊണ്ട്. അങ്ങനെ താരേച്ചി സ്കൂട്ടിയിലാട്ടോ പോകുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ചൂടിൽ അപ്പച്ച് തണ്ണിമത്തങ്ങ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 3 പേര് കൂടെ മുറിച്ചൊക്കെ തന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിമോൾ ഉണർന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവളെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇതാ കമ്മണി വന്ന് ഉണ്ണിമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സത്യത്തിൽ ഈ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോകുന്നത് അറിയത്തേ ഇല്ല കേട്ടോ. ഗൈസ്, താരേച്ചിന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. വൈകിട്ടായോണ്ട് അവിടെ ആളില്ലെന്ന്, അതുകൊണ്ടാണ് ഗൈസ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്.
പിന്നെ തിരിച്ചു പോയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. മേക്കപ്പ് ചെയ്യാൻ പോയി കാണും. ഇത് കണ്ടപ്പോഴത്തേ അച്ഛനേച്ച് പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കുഞ്ഞിന്റെ ചേച്ചിയുടെ ഫോൺ വിളിച്ചപ്പോ താരേച്ചി പറഞ്ഞു ഞാനല്ല മേക്കപ്പ് ചെയ്തത്, ഇവരാ മേക്കപ്പ് ചെയ്തത്. കണ്ടോ മേക്കപ്പ് ചെയ്തത് കണ്ടോ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ക്യാമറക്കകത്ത് ഹായൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ടോ? സുഖമായിട്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കും കാര്യമായിട്ട് സംസാരിക്കുന്നു, അല്ല കേട്ടോ. ഇതാട്ടോ ഇവിടുത്തെ സത്യാവസ്ഥ. അങ്ങനെ അവിടുത്തെ അംഗം കുറിക്കലിന് ശേഷം ഞങ്ങൾ മൂന്നുപേരുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വെയിലത്ത് താരേച്ചി വേറെ ഇങ്ങോട്ടും അല്ലേ ഈ ഓടുന്നത്. ഈ തുണിയൊക്കെ അലക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് താരേച്ചി ഓടി വന്നത്. താരേച്ചി ഇങ്ങനെ തുണിയൊന്നും കൂട്ടിയിടുന്ന ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലുള്ള വ്യക്തിയാട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ താരേച്ചി സഹായിക്കാൻ വേണ്ടിയിട്ട് നിധിയും കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സഹായിക്കത്തതല്ല, ഞാൻ മടിച്ചാന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അർച്ചനേച്ചി വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഉണ്ണിമോളെ കുളിപ്പിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ അർച്ചനേച്ചിന്റെ കലാവിരുന്നെല്ലാം ഉണ്ണിമോളുടെ മുഖത്തായിരുന്നു കേട്ടോ. അത് ഫൈനലി നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ ഉണ്ണിമോള് ജീവനും കൊണ്ട് ഓടാൻ നിൽക്കുന്നു. പക്ഷെ അർച്ചനേച്ചി വിടുന്നില്ല കേട്ടോ. അർച്ചനേച്ചിന്റെ കലാവിരുന്ന് മൊത്തം ഇന്ന് അതിൽ പ്രയോഗിക്കുമെന്നാണ് അർച്ചനേച്ചി ഈ പറയുന്നത്. അവസാനം ഉണ്ണിമോള് കരഞ്ഞോണ്ട് കാല് പിടിക്കുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഉണ്ണിമോള് അർച്ചനേച്ചി വിട്ടിട്ടില്ല കേട്ടോ. അത് മൊത്തം തെളിയിച്ചിട്ട് വിടത്തുള്ള മട്ടിലാണ് അർച്ചനേച്ചി നിൽക്കുന്നത്. അവസാനം ഉണ്ണിമോള് ഒരു രൂപമാക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊരു 2-2.5 മണിക്കൂറത്തെ യുദ്ധത്തിന് ശേഷം ഉണ്ണിമോള് ഇതാ പുനർജനിച്ചിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ അരുണന്റെ അപേക്ഷ പ്രകാരം ഞങ്ങൾ ഇതാ ചെറിയൊരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ അർച്ചനേച്ചിന്റെ ഹസ്ബൻഡ് കേട്ടോ, അരുണൻ നാട്ടിലില്ല, ഗൾഫിലാണ്. അർച്ചനേച്ചി ഈ കാര്യമായിട്ട് പറയുന്നത് ഞങ്ങളെ 3-4 പേരുടെ ഉള്ളിലിരിക്കുന്ന ഒരു സീക്രട്ട് കാര്യം കേട്ടോ. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് പറയുന്ന കേൾക്കാൻ കൊള്ളത്തില്ല. ഇവിടെ ഒരു കൊച്ചു വീഡിയോ വെക്കുക. ഇവിടെ അങ്ങനെ അർച്ചനേച്ചി ഉണ്ണിമോളെയും കൊണ്ട് പോവാണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉണ്ണിമോള് ഈ പോകുന്നതിൽ കൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം.